ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഭാഗമല്ലെന്നും പിന്നീട് എഴുതി ചേർത്തതാണെന്നും ഒരു വാദവും വിശ്വാസവും ഉണ്ട്. അങ്ങനെ വാദമുണ്ട്, വിശ്വാസമുണ്ട്. പക്ഷേ നാം മഹാഭാരതം വായിക്കുമ്പോൾ ഈ ഭഗവത്ഗീത ഉപദേശിക്കത്തക്ക വിധത്തിൽ, ഇപ്പോൾ ഭഗവത്ഗീത ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു ഭാഗമാണല്ലോ ഇപ്പോഴത്തെ നിലയിൽ പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അർജുനന് ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിച്ചു കൊടുക്കാൻ കൃഷ്ണൻ എന്ന് പറയുന്ന പ്രൊഫസർക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. അവർ തമാശ പറഞ്ഞിരുന്ന സന്ദർഭങ്ങളുണ്ട്. പിന്നെ വെറുതെ വിശ്രമിക്കുന്ന അനേകം സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. അവർ പല പ്രകൃതിഭംഗികളും വിനോദത്തോടുകൂടി കണ്ടു നടന്നിരുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ഈ സന്ദർഭങ്ങളിലൊന്നും അർജുന വരൂ, ഞാൻ നിനക്ക് ഇന്ത്യൻ ഫിലോസഫി പറഞ്ഞു തരാം എന്ന് അദ്ദേഹം അർജുനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ തൻ്റെ ദർശനം അർജുനനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തെയും ലക്ഷ്യമായിരുന്നില്ല. ദർശനം പഠിപ്പിക്കുന്ന അധ്യാപകനോ ഗുരുവോ ആചാര്യനോ അല്ല കൃഷ്ണൻ. പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹവുമില്ല. അർജുനൻ പിന്നീട് യുദ്ധമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ ചോദിച്ചു, അന്നിങ്ങനെ യുദ്ധകളത്തിൽ വെച്ച് അങ്ങ് പറഞ്ഞു തന്നിരുന്ന ഗീതയിലെ ദർശനം എനിക്കൊന്നുകൂടി കേട്ടാക്കൊള്ളാമെന്ന്, അതിൽ പലതും ഞാൻ മറന്നുപോയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ അതിന് സന്ദർഭമില്ലാത്തതുകൊണ്ട് അത് പറയാൻ ഞാൻ ഭാവിക്കുന്നില്ല. അപ്പോൾ മഹാഭാരതത്തിൻ്റെ ദർശനം പ്രയോഗത്തിൽ വരുത്താനുള്ള ദർശനമാണ്, അല്ലാതെ ജിജ്ഞാസുക്കൾക്ക് പഠിച്ചുറപ്പിച്ച് വെച്ച് വെറുതെ പ്രവചനം ചെയ്യാനുള്ളതല്ല. കർമ്മരംഗത്ത് നിൽക്കുന്ന ആളുകളെ കർമ്മത്തിലേക്ക് പ്രചോദിപ്പിക്കാനുള്ള, കർമ്മത്തിൻ്റെ സാഗരത്തിലേക്ക് നിഷ്കാമ കർമ്മികളെ പ്രചോദിപ്പിച്ച് രാഷ്ട്രത്തിൻ്റെ അഭ്യുന്നതയ്ക്ക് വേണ്ടി ചാടിപ്പിക്കാനുള്ള ദർശനമാണ്, കർമ്മദർശനമാണ്.